ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നാടൻ ചായയെക്കുറിച്ചാണ്. ഓഫീസ് വർക്കും ഈ വീട്ടിലെ ജോലിയും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും സ്ട്രെസ്ഫുള്ളാവും അല്ലേ? ഇങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് മലപ്പുറത്തുള്ള എൻ്റെ അമ്മാമേനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അമ്മാമ്മ എനിക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തരും. അതിൻ്റെ റെസിപ്പിയും എനിക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. 90 കിഡ്സ് ആയതുകൊണ്ട് ഞാൻ എന്നെ പൊക്കി പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കുടിച്ചിട്ടുള്ള ചായകളൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇന്ന് എല്ലാവരും മെഷീനിലാണ് ചായ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് കാരണം. ഒരു ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇതൊന്ന് അല്പം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കയ്യിലുള്ള 2 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എത്ര കടുപ്പം വേണം എന്ന് അനുസരിച്ച് ഇതിലോട്ട് ചായപ്പൊടി. എനിക്ക് എപ്പോഴും മീഡിയമാണ് ഇഷ്ടം. ഇനി ഞാൻ അല്പം ഒരു ഗ്ലാസ് പാൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ നീട്ടി ആറ്റിച്ചാലോ? എന്തു പറയുന്നു? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചായ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ. ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് ഒരു കപ്പ് ചായ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടിവയറ്റിൽ മഞ്ഞൊരുകിയൊരു അവസ്ഥയില്ലേ? അപ്പോൾ നിങ്ങളൊരു ചായ ലവർ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പോലുള്ള വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്തിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ സൈൻ ഔട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.